ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയ ചെറിയ റമദാൻ വിശേഷങ്ങളും ഈദ് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് എന്തായാലും ഒരു തട്ടിക്കൂട്ട് നോമ്പോറ തന്നെയായിരുന്നു. അങ്ങനെ നോമ്പോറയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേരോട് കിടക്കാൻ പറഞ്ഞിട്ട് ആരും കിടക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ബോറടിയാണ്. TV ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കളിക്കാൻ കൊടുക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബോറടിയാണ്, ഉറക്കവും വരുന്നില്ല, കിടക്കുകയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ അടിച്ചു വാരാം, ഒരാൾ തുടയ്ക്കാമെന്നും പറഞ്ഞു. എന്തായാലും നല്ല കാര്യം. അങ്ങനെ ഹംദാനെയും കൊണ്ട് ഞാൻ ഓരോ വശവും അടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ്. അപ്പോൾ ഹാറൂൺ അതനുസരിച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം പാത്രം കഴുകാനും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഫുഡ് തലേ ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ ഇക്കായും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഹംദാനോടും ഹാറൂനോടും കിടന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇക്കായും ഹാസിമും കൂടിയാണ് വന്നത്. ദുബായിൽ അബു ഹെയിൽ സെൻറ്ററിൽ ഒന്ന് പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് പർദ്ദ ഷോപ്പുകളുണ്ട് ഇവിടെ. അങ്ങനെ കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും അങ്ങനെ കുറേ കണ്ടു താഴെ. എന്നാലും മുകളിലും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ വന്നപ്പോൾ ഒരെണ്ണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൊതുവേ ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളും ഉള്ളതാണ് കേട്ടോ എടുക്കാറ്. എനിക്കതാണ് കൂടുതലും ഇഷ്ടം. പർദ്ദയാണെങ്കിലും ഏതാണെങ്കിലും കുറച്ച് വർക്ക് കൂടുതൽ നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഈ തവണ പറഞ്ഞു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും എടുക്കുക, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോർമലായിട്ടുള്ള 2 പർദ്ദയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ബീലബൻ ഉണ്ടായിരുന്നു. ഹംദാൻ്റെയും ഹാറൂൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ അവിടുത്തെ പുഡിങ്ങുകളും കേക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് 2 എണ്ണം അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് ഇക്കാക്കും ചോക്ലേറ്റിനോട് പൊതുവേ തീരെ താല്പര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് മധുരം കുറവുള്ള ചീസ് കേക്കുകൾ അതിനോടൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട്. മെയിൻ ഫുഡ് ഉണ്ടാക്കണം, അതേപോലെ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ താറാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രോസൺ താറാവിന് നല്ല ഒരു അഫോർഡബിൾ റേറ്റിന് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഫ്രോസൺ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു താറാവ് 2.5 കിലോ ആണ് കേട്ടോ വരുന്നത്. നമുക്കെന്തായാലും അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു. 1 കിലോന് മുകളിൽ ഞാൻ എന്തായാലും ഇപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിനീഗറും മൈദയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇതിനൊരു ഭയങ്കര ഒരു സ്മെല്ലുണ്ട് താറാവിന്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൈദയും വിനീഗറും കൂടി ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. കുറേ ടൈം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പഫ് പേസ്ട്രി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ, ഒരു വൈറൽ റെസിപ്പിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ബേക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ നോർമലായിട്ടൊരു ചിക്കൻ്റെ മസാല ഞാൻ റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് മയോണൈസും കെച്ചപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ പഫ് പേസ്ട്രിയുടെ അകത്തേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള മസാല ആഡ് ചെയ്യട്ടാം, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച്. ഇനി നമുക്ക് എഗ് പഫ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എഗ്ഗിൻ്റെ മസാലയും എഗ്ഗും വെച്ച് കൊടുക്കാം. ഇതൊരു ചിക്കൻ ഗ്രേവി ഇൻ പഫ് പേസ്ട്രി അങ്ങനെ ഒരു റെസിപ്പി കണ്ടതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചീസും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും ബേക്ക് ചെയ്ത് വരുമ്പോൾ. സൈഡിലും ഒരു വശത്തും മാത്രം ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് അടഞ്ഞും കിട്ടും. അതേപോലെ സെൻറ്ററിലും കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയും വേണം കേട്ടോ. ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അല്ലാതെ വേറെ പ്രത്യേകത കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡല്. അങ്ങനെ എല്ലാം അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പഫ് പേസ്ട്രി എന്തായാലും ഒരു പാക്കറ്റിൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കണം കേട്ടോ. ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. ഇത് നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ലൊരു ഫില്ലിംഗ് ആണ് വയറിന്.
അങ്ങനെ 2 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ദേ അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. എന്നിട്ടത് സെൻറ്ററിലും കൂടി ഞാൻ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. എന്നിട്ട് നമ്മൾ എഗ് വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കളറ് കിട്ടില്ല. നല്ല മുരിഞ്ഞ ഒരു ബ്രൗണിഷ് കളറ് കിട്ടണമെങ്കിൽ നമ്മൾ എഗ് വാഷ് എന്തായാലും ചെയ്യണം. എന്നിട്ട് 190 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചിക്കൻ മസാല ഇൻ പഫ് പേസ്ട്രി കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും നോമ്പിനൊക്കെ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മളെപ്പോഴും ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തതല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷൻ നോക്കുകയാണെങ്കിൽ ഈ സംഭവം അടിപൊളിയാണ്. അങ്ങനെ അത് ഓവനിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ താറാവ് മപ്പാസിൻ്റെ പരിപാടികളിലേക്ക് കടന്നു. അപ്പോൾ താറാവ് നന്നായിട്ട് കഴുകി ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പറും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവാള, ചെറിയുള്ളി അത്യാവശ്യം വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ചെറിയുള്ളി വേണം. അപ്പോൾ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ മുഴുവൻ കുരുമുളകും പെരുംജീരകവും ഇത്രയും നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പതിവ് പോലെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒതുക്കിയ മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയെ ആഡ് ചെയ്യാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും അതേപോലെ ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എരിവിന് ആഡ് ചെയ്യുന്നത് പച്ചമുളകും പെപ്പറുമാണ്. അതൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് 2 പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ വേവിച്ച താറാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് 1 പാൽ ഒഴിക്കുക. അതേപോലെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊട്ടറ്റോ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിലർ നട്ട്സും അതേപോലെ സവാളയൊക്കെ വറുത്തിടാറുണ്ട് കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. താറാവ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രോസൺ ആണെങ്കിൽ കൂടി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്, അടിപൊളിയാണ്. ഇത് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ മസാല ഓൾറെഡി ബാക്കി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പഫ് പേസ്ട്രിയിൽ ഉണ്ടാക്കിയ മസാല ഓൾറെഡി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ മയോണൈസോ അതൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നോർമലി നമ്മൾ മൈദയുടെ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മൈദ വെറുതെ വെള്ളത്തിൽ കലക്കി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കലക്കുക. ഇനി അതിൽ കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി, നല്ല സ്മൂത്തായിട്ട് കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നോർമലി അപ്പം ഉണ്ടാക്കുന്ന പോലെ ചെറിയ ചെറിയ അപ്പം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ മസാല വെച്ചിട്ട് 2 സൈഡും മടക്കിയിട്ട് റോൾ ചെയ്യുക. മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആവും കേട്ടോ. ഞാൻ നോമ്പിന് ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ തവണയും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഒത്തൻറ്റിക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കല്ലുമ്മക്കായുടെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. 350 ദിറംസാണ് കേട്ടോ ഒരു കല്ലുമ്മക്കായക്ക്. അങ്ങനെ എനിക്ക് ഇക്കാക്കും കഴിക്കാൻ വേണ്ടിയിട്ട് 2 or 3 അങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാൻ വന്നപ്പോൾ കപ്പയും പയറും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോൾ കിയാമല്ലയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം വിശപ്പാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ ഫുഡുകളോട് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കപ്പ നമ്മൾ സെപ്പറേറ്റ് വേവിക്കും. അതേപോലെ പയറെന്ന് പറഞ്ഞത് മുളപ്പിച്ച പയറാണ് കേട്ടോ, സ്പ്രൗട്ടഡ് ആണ്. പയറും കടലയും പരിപ്പും അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു പാക്കറ്റായിരുന്നു. അപ്പോൾ അതും ഞാൻ സെപ്പറേറ്റ് വേവിച്ചു. എന്നിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച സംഭവങ്ങളൊക്കെ ഇടാം. പിന്നെ നമ്മൾ ഒതുക്കി കൊടുക്കേണ്ട സംഭവങ്ങൾ തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയൊന്നും ഒതുക്കി ചെറിയ ജീരകം ഇടണം കേട്ടോ. അതാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പുഴുക്കാണ് കേട്ടോ, കപ്പയുടെ പുഴുക്കാണ്. അത് പയറും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഇടയത്താഴം നോർമലായിട്ട് ജീരകക്കഞ്ഞി അതേപോലെ നമ്മുടെ ചോറും നമ്മുടെ താളിപ്പും അങ്ങനെയൊക്കെയാണല്ലോ കഴിക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ രാത്രി തന്നെ അത് തീർന്നിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ കരാമക്ക് പോയ വീഡിയോ ആണ് കേട്ടോ. കരാമയിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര പരിപാടികളും ഫുഡ് ഐറ്റംസും ഒക്കെയാണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിള്ളേർ 3 പേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം നോക്കി ഞങ്ങളൊന്ന് വെറുതെ ഇറങ്ങിയതാണ്. ഒരു 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം. സുഹൂർ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. മീൽസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാലിക്കറ്റ് സ്റ്റോറീസിൽ ചെന്നതാണ്. ഞാൻ ഇതുവരെ കാലിക്കറ്റ് സ്റ്റോറീസിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് കിസീസിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ തവണ ചെന്നിട്ട് ഇവിടെയും കഴിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് ക്യൂ ആയിരുന്നു കേട്ടോ.
ഇവിടുത്തെ മീൽസ് അടിപൊളിയാണെന്നാണ് പറയണത്. പക്ഷേ ഇവിടുത്തെ ക്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും ഫുഡ് കിട്ടാൻ പോണില്ല എന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 2 മണിയായി. പക്ഷേ ഇവിടെ ചെന്ന് ചോദിച്ചത് 2:30-3 മണിയോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ തന്നെ എന്തായാലും അവരുടെ മീൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ റമളാൻ മാസത്തിൽ എന്തിനാണ് ഇങ്ങനെ പാട്ടും പരിപാടികളെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം വൈബും കറക്കവും ഫുഡടിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു ഫുഡടിച്ചു പോന്നു അത്ര തന്നെ. പിന്നെ സുബിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടന്നത്. ഇത് പിറ്റേ ദിവസമാണ്. നമ്മളിന്നൊരു നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിസീസിലുള്ള ബുസ്താൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു നോമ്പ് തുറ. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ 2-3 വീഡിയോസ് എടുത്തതാണ് കേട്ടോ. എന്തായാലും അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും കൂടി കാണാനും കൂടാനും ഒരു നോമ്പ് തുറക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കാണാനും കമ്പനി അടിക്കാനും ഒക്കെ പറ്റിയൊരു അവസരം കൂടിയായിരുന്നു അത്. സാധാരണ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ നിന്ന് ഇറങ്ങലാണ് കേട്ടോ പതിവ്. പക്ഷേ ഇന്ന് 9 മണി വരെ അവിടെ ഇരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എന്നിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. അങ്ങനെ പിള്ളേരെയൊക്കെ വീട്ടിലാക്കി ഞാൻ ഇന്നും കൂടി ഒന്ന് ഇറങ്ങിയിട്ടാ. കാരണം 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതേപോലെ മീന ബസാറിലൊന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇത്തവണ. ഈ തവണത്തെ ട്രെൻഡിങ് ആയിരുന്നല്ലോ ഈ കാശ്മീരി ബാംഗിൾസ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പടച്ചോനെ അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിലും കാല് കുത്താനുള്ള ഇടവില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ കുറേ ഷോപ്പുകൾ വെറുതെ വേസ്റ്റായിട്ട് തോന്നിയിട്ടാണ്. നമ്മൾ വിചാരിച്ച പോലത്തെ ഡ്രസ്സുകളൊന്നുമില്ല, വെറുതെ കുറേ വാരി വലിച്ചിട്ടേക്കുന്ന പോലെ ഫീൽ ചെയ്ത്. പക്ഷേ 2-3 ഷോപ്പുകൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊന്നും എടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഡ്രസ്സ് എടുക്കാതെ നമുക്ക് വളയും കാര്യങ്ങളും എടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതൊരു ആവശ്യമില്ലാത്തൊരു പോക്ക് പോലെ ആയിപ്പോയി. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ മീന ബസാർ കാണാനും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. അവിടുത്തെ 2 ഷോപ്പുകളായിരുന്നിട്ടാണ് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഡിംപിൾ റോസ്, രണ്ടാമത്തത് വെഡ്ഡിങ് മൊമെൻറ്റ്സ്. ഇവിടെ 2 സ്ഥലത്തും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ നോമ്പ് പറയാനായിട്ട് നമുക്ക് തലേ ദിവസത്തെ മപ്പാസും അതേപോലെ നമ്മുടെ കപ്പപ്പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പുട്ടൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ മെയിൻ ഫുഡ് കഴിഞ്ഞത്. നോമ്പിൻ്റെ അവസാനത്തെ 10 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കേണ്ട ദിവസങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളും വരുന്നതാണ് കേട്ടോ ഭയങ്കര ഒരു തലവേദന. ആ സമയത്ത് നോമ്പ് തുറയും കാര്യങ്ങളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, നോമ്പ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ പിള്ളേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുക. നോമ്പ് അവസാനത്തെ 10 ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത്, വീട്ടിൽ തന്നെ കൂടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒന്നും നടക്കലില്ല എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ കാലത്തെ പ്ലാൻ ചെയ്ത് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ഓഫ് റമളാനാണ് കേട്ടോ. ലാസ്റ്റത്തെ ഒരു തട്ടിക്കൂട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ റമളാൻ്റെ വ്ളോഗ്സും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.